അപ്പോൾ ഈ കഥകൾ ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടർ ഞങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റുകളാണ്. ന്യൂസ് സ്റ്റോറി എന്ന് തന്നെയാണ് പറയുന്നത്. താങ്കൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് ന്യൂസ് ചാനലും പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ മാധ്യമങ്ങളുടെ ഒരു ഇര കൂടിയാണ് താങ്കൾ, അല്ലെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ തന്നെ അത് വ്യക്തമായിട്ട് ഒരിക്കൽ പറയുന്നത് ഞാൻ വീഡിയോയിൽ കാണുകയും ചെയ്തു. താങ്കൾക്ക് ഈ മാധ്യമ രംഗത്തുണ്ടായ ചില ചീത്താനുഭവങ്ങൾ. ഈ മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഒന്ന് ആവശ്യമല്ലേ നമുക്ക്? അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പൂർവാചാര്യന്മാരുടെ രചനകളൊക്കെ തന്നെ അവർ സമാജത്തോട് സംസാരിച്ച മാധ്യമങ്ങളാണ്. വാർത്താവിനിമയത്തിൻ്റെ വേഗം വർദ്ധിക്കേണ്ട ആവശ്യം വന്നതോടുകൂടി സ്വാഭാവികമായിട്ട് പക്ഷികളെ വിനിയോഗിച്ചും മൃഗങ്ങളെ വിനിയോഗിച്ചും വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന സംവിധാനങ്ങൾ പതുക്കെ ഉണ്ടാക്കി മാധ്യമത്തിൽ വലിയ വികാസം വന്നു. അച്ചടി കണ്ടുപിടിച്ചതോട് നമുക്കറിയാം അതിൽ കുതിച്ചുചാട്ടം വന്നു. അത് കഴിഞ്ഞ് മറ്റ് വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ വിനിയോഗം വന്നതോടുകൂടി വീണ്ടും അത് വർധനവായി. ഇന്ന് പുതിയ ഇലക്ട്രോണിക്സ് കാലഘട്ടം വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ വർധനവായി. പക്ഷേ ഏത് കാലഘട്ടത്തിൽ എന്ത് ടെക്നോളജിയിൽ മാറ്റം വന്നാലും അത് പ്രതിപാദനത്തിൻ്റെ മാത്രം മാറ്റമായിരിക്കണം. പ്രതിപാദ്യം ഒന്നായിരിക്കണം. ആ പ്രതിപാദ്യം ഒന്ന് സത്യമായിരിക്കണം, രണ്ട് സമാജത്തെ സംബന്ധിച്ച് പ്രയോജനകരമായിരിക്കണം, രാഷ്ട്രനിർമ്മാണപരമായിരിക്കണം, ലോകത്തിന് ശാന്തിയും സമത്വവും നൽകുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാധ്യമങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവർ ഇന്നുമുണ്ട്, എന്നുമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഉടമസ്ഥതയുടെ നിർദ്ദേശങ്ങളെ കൊണ്ടോ മറ്റ് വിശേഷങ്ങളെ കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ തങ്ങൾ പുലർത്തുന്ന ദർശനങ്ങളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ വിശേഷത കൊണ്ടായിരിക്കാം. വാർത്തകളെ ഉണ്ടാക്കുന്ന, ഉള്ളതിനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാധ്യമവിധർമ്മമാണ് നമ്മളിന്ന് ഏറെ കാണുന്നത്. മാധ്യമവിധർമ്മം ഏറെ നടക്കുമ്പോൾ നമുക്കൊന്നേ ഉള്ളൂ, മാധ്യമധർമ്മമാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. ധർമ്മവിധർമ്മങ്ങളുടെ വ്യത്യാസത്തെ ശരിക്ക് ബോധിപ്പിക്കണം. അത് വളരെ പ്രധാന വിഷയമാണ്.